കവി ആലങ്കോട് ലീലാകൃഷ്ണൻ നമുക്കൊപ്പം ചേർന്ന. ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണൻ, ശ്രീ MK സാനുമായി ദീർഘകാലത്തെ ബന്ധം അങ്ങേക്കുണ്ട്, അക്കാര്യം എല്ലാവർക്കും അറിയുന്നതുമാണ്. അദ്ദേഹത്തെ ഈ വേളയിൽ എങ്ങനെയാണ് അങ്ങ് അനുസ്മരിക്കുന്നത്? ആരോഗ്യം മോശമാണ് എന്ന വിവരങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലെ നമ്മളെല്ലാവരും അറിഞ്ഞതാണ്. വലിയൊരു ശൂന്യത തന്നെയാണ്. ഈ 97ാമത്തെ വയസ്സിലാണെങ്കിലും സാനുമാഷ്ട വിയോഗം കേരളത്തിന്റെ സാംസ്കാരിക സാഹിത്യ മണ്ഡലങ്ങളിലെ ഒരു ആചാര്യനെയാണ് നഷ്ടപ്പെടുത്തിയത്. ഗുരു എന്ന് പറഞ്ഞാൽ പോരാ, ഗുരു വെളിച്ചം തരുന്ന ഒരാളാണ്, ഇരുട്ട് നീക്കി വെളിച്ചം തരുന്ന ഒരാളാണ്. ആചാര്യൻ ആ വെളിച്ചം ജീവിതത്തിൽ പരിപാലിച്ച് ജീവിക്കുന്ന ഒരാളാണ്. ആ അർത്ഥത്തിൽ സമ്പൂർണ്ണ അർത്ഥത്തിലുള്ള ഒരു ആചാര്യനാണ് സാഹിത്യ സാംസ്കാരിക രംഗത്ത് നിന്ന് വിട പറഞ്ഞത്. എനിക്ക് എത്രയോ വർഷങ്ങളുടെ അടുപ്പം മാഷുമായിട്ടുണ്ടായിരുന്നു. അവസാന വർഷങ്ങളിൽ, ഇപ്പം മരിക്കുന്നതിന് ഒരു 6 മാസം മുമ്പ് വരെയും ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ പ്രസംഗിച്ചിരുന്നു. പ്രസംഗവേദിയിൽ മൈക്കിന്റെ മുമ്പിലെത്തിയാൽ യാതൊരു പ്രയാസവും ഇല്ലാതെ നല്ല തെളിച്ചത്തോടു കൂടി വളരെ ശക്തമായ കാര്യങ്ങൾ ഓർമ്മിച്ച് പറയാൻ പറ്റിയിരുന്നു. അപ്പൊ ഈ വീഴ്ച വരെയും അദ്ദേഹം വളരെ സജീവമായിരുന്നു. കാഴ്ചയ്ക്ക് കുറച്ച് വിഷമമുണ്ട് എന്നാണ് എന്നോട് പറഞ്ഞത്. ലെൻസ് വെച്ചിട്ട് വേണം വായിക്കാൻ. അതൊരു പ്രയാസമായും പരാതിയായിട്ട് പറഞ്ഞിരുന്നു. ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും, വിശേഷിച്ചും ഒരു നിരൂപകൻ എന്ന നിലയിൽ തെങ്ങമ്പുഴ തൊട്ട് വയലാർ ആ കാലഘട്ടത്തിലെ ആധുനിക കാൽപ്പനിക കവിതയ്ക്ക് പേശീബലം നൽകിയ കവികളെ കുറിച്ചുള്ള പഠനങ്ങൾ, M. ഗോവിന്ദനെ കുറിച്ചുള്ള വളരെ വ്യത്യസ്തമായ ഒരു പുസ്തകം, ചങ്ങമ്പുഴ നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം എന്ന പുസ്തകം, ഇങ്ങനെ സമാനതകളില്ലാത്ത ചില പഠന ഗവേഷണ പുസ്തകങ്ങളാണ് സാനുമാഷ് മലയാളത്തിന് സമ്മാനിച്ചത്. എന്ന് മാത്രമല്ല, നവോത്ഥാനാനന്തര യുഗത്തിൽ ഒരുപക്ഷെ നവോത്ഥാനത്തിന്റെ ആശയ സംഹിത ജീവിതത്തിൽ പകർത്തിയ അപൂർവം ആചാര്യന്മാരിൽ ഒരാളായിരുന്നു. അവസാനം ഞാൻ വായിച്ചത് ഭാഷാഭൂഷണിയിൽ അദ്ദേഹം C. കേശവനെ കുറിച്ച് എഴുതിയ ലേഖനമാണ്. നല്ല തെളിച്ചമുള്ള ലേഖനമായിരുന്നു. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു, ഈ പ്രായത്തിലും ഇത്ര തെളിച്ചത്തോടു കൂടി മാഷ് എഴുതുന്നുവല്ലോ. അങ്ങനെയുള്ള ആളുകളുടെ എണ്ണം ഏതാണ്ട് കഴിഞ്ഞു എന്ന് പറയാം. ആ വംശത്തിലെ അവസാനത്തെ ആചാര്യനാണ് പിരിഞ്ഞു പോയത്. ഏത് വിഷയത്തിലും അദ്ദേഹം പ്രതികരിച്ചിരുന്നു. പുരോഗമന കാഴ്ചപ്പാടുകൾ വിടാതെ അവസാന ശ്വാസം വരെയും അദ്ദേഹം കൊണ്ടു നടന്നു. എനിക്ക് അത്ഭുതം തോന്നിയിട്ടുള്ളത് ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങളെ സംബന്ധിച്ച് ഏറ്റവും സൂക്ഷ്മവും സമഗ്രവുമായിട്ട് സംസാരിക്കാൻ കഴിയുന്ന ഒരാളായിരുന്നു. വാൽമീകി രാമായണത്തെക്കുറിച്ച് ഏത് വിഷയത്തെക്കുറിച്ചും വളരെ പണ്ഡിതോചിതമായി അറിയാനും ആളുകളെ അറിയിക്കാൻ പഠിപ്പിക്കാനും കഴിയുന്ന അധ്യാപകൻ എന്ന നിലയ്ക്ക് തലമുറകളുടെ അധ്യാപകനാണ്. അതോടൊപ്പം തന്നെ സാമൂഹ്യ അധ്യാപകനുമായിരുന്നു. സമൂഹത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന നീതിബോധം, നൈതികത, ധർമ്മചിന്ത, അതോടൊപ്പം തന്നെ പുരോഗമന ചിന്ത, യുക്തിബോധം. അവസാന കാലങ്ങളിൽ കേരളത്തിലുണ്ടായ ചില അയുക്തികമായ സംഭവങ്ങളോട് കൃത്യമായ ശാസ്ത്രീയ യുക്തി വെച്ചാണ് മാഷ് സംസാരിച്ചത്.